hope you are fine. നമ്മളിവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ തേർഡ് സെമസ്റ്റർ കോംപ്ലിമെൻ്ററി മാത്തമാറ്റിക്സിലെ തേർഡ് മൊഡ്യൂളിൻ്റെ സെക്ഷനായിട്ടുള്ള കോംപ്ലക്സ് അനാലിസിസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം കോംപ്ലക്സ് നമ്പേഴ്സ്. നമ്മൾ പ്ലസ് ടുവിലൊക്കെ കോംപ്ലക്സ് നമ്പേഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം എപ്പോഴാണ് കോംപ്ലക്സ് നമ്പേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? നമുക്ക് റിയൽ റൂട്ട്സിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന് റിയൽ റൂട്ട്സ് ഇല്ലാത്ത കേസിലാണ് നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ പറയാം, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അല്ലെങ്കിൽ നമുക്ക് പറയാം ax² + bx + c = 0 എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട്. where a not equal to 0 and a, b, c are real numbers. ഈ ഒരു കേസിൽ നമുക്ക് b² - 4ac <0 ആകുമ്പോഴാണ് നമുക്ക് എന്ത് പറയുന്നത്? കോംപ്ലക്സ് റൂട്ട്സ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അപ്പോഴാണ് നമുക്ക് കോംപ്ലക്സ് റൂട്ട്സ് ഉണ്ടെന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. x² + x + 1 = 0. ഇതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിച്ച് നോക്കാം. x = -b ± √b² - 4ac / 2a. നിങ്ങൾക്കറിയാലോ, ഇവിടെ -1 ± √1² - 4 × 1 × 1 / 2 × 1. ഓക്കെ, which is equal to -1 ± √3 / 2. ഓക്കെ, ഇങ്ങനെയാണ് നമുക്കിതിൻ്റെ റൂട്ട് കിട്ടുന്നത്. ഇപ്പോൾ രണ്ട് റൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് രണ്ടുമൂന്ന് സെപ്പറേറ്റ് എഴുതി നോക്കാം. -1 + √(-3 / 2 or x = -1 - √(-3 / 2. ഇനിയല്ലേ പറയാം. അപ്പോൾ നമുക്ക് ഈ √(-3) നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? √(-3) ക്യാൻ ബി റിട്ടൺ ലൈക്ക് ദിസ്: √3 × √(-1) അല്ലേ. പിന്നെ നമ്മൾ √(-1)നെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? which is equal to √3 × i എന്ന് കൊടുക്കാം. അതായത് നമുക്ക് √(-1) എന്ന് പറയുന്നതിനെ നമ്മൾ i എന്ന് പറയുന്നു. ഈ ഒരു നമ്പറിനെ നമ്മൾ പറയുന്നതാണ് ഇമാജിനറി യൂണിറ്റ്. ഓക്കെ, ഇമാജിനറി യൂണിറ്റ്. √(-1) = i. ഇതാണ് ഇമാജിനറി യൂണിറ്റ്. ഇമാജിനറി യൂണിറ്റ് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. കാരണം എന്താ? i² = -1 ആണ്. അതായത് i എന്ന നമ്പറിൻ്റെ സ്ക്വയർ എന്താണ്? -1 ആണ്. നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ സ്ക്വയർ റൂട്ടാണ്. സ്ക്വയർ റൂട്ട് നമ്മൾ ഐയുടെ ഹെൽപ്പോട് കൂടിയാണ് എഴുതുക. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇമാജിനറി യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഒറിജിനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് കോംപ്ലക്സ് നമ്പർ എന്താണെന്ന് നോക്കാം. ഓക്കെ, നമുക്കറിയാം കോംപ്ലക്സ് നമ്പർ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? x + iy എന്ന് പറഞ്ഞ ഫോമിലൊക്കെയാണെന്ന്. അപ്പോൾ ജസ്റ്റ് അതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പറയാം. ആദ്യം നമുക്ക് ഡെഫിനിഷൻ നോക്കാം. ഡെഫിനിഷൻ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഡെഫിനിഷനാണ്: എ കോംപ്ലക്സ് നമ്പർ z is defined as a number of the form z = x + iy, where x and y are real numbers, where x, y belongs to R. അതായത് ഒരു ജനറലി നമ്മൾ കോംപ്ലക്സ് നമ്പറിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? z = x + iy എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ z = x + iy നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എക്സിനെ നമ്മൾ എന്ത് പറയുന്നു? റിയൽ പാർട്ട് ഓഫ് z എന്ന് പറയുന്നു. ഐയുടെ കൂടെ വരുന്ന നമ്പറിനെ നമ്മൾ ഇമാജിനറി പാർട്ട് ഓഫ് z എന്ന് പറയുന്നു. ഓക്കെ, എക്സിനെ നമ്മൾ റിയൽ പാർട്ട് ഓഫ് z എന്ന് പറയുന്നു. റിയൽ പാർട്ട് ഓഫ് z and y can be expressed as imaginary part of z. Imaginary part of z. അതുപോലെ തന്നെ ഈ എക്സ്, അതായത് നമുക്കിപ്പം z = 4 എന്ന് പറയുന്നതാണ്. അപ്പോൾ 4 ഒരു റിയൽ നമ്പർ ആണല്ലോ. റിയൽ നമ്പറിൻ്റെ കേസിൽ എന്ത് വരും? റിയൽ നമ്പറിൻ്റെ കേസിൽ നമുക്ക് പറയാം z belongs to R. അതായത് z എന്ന് പറയുന്ന റിയൽ നമ്പർ ആണെങ്കിൽ if and only if its imaginary part is 0. ഇമാജിനറി പാർട്ട് ഓഫ് z = 0 ആയിരിക്കും. അതുപോലെ തന്നെ z എന്ന് പറയുന്നതിന് z = x + iy
റിയൽ പാർട്ട് ഓഫ് സെഡ് 0 ആണെങ്കിൽ അതൊരു പ്യുവർലി ഇമാജിനറി നമ്പർ ആയിരിക്കും. റിയൽ പാർട്ട് ഓഫ് സെഡ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് സെഡ് ഈസ് എ പ്യുവർ ഇമാജിനറി നമ്പർ ആയിരിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാം. 8i എന്ന് പറയുന്നതിൽ റിയൽ പാർട്ട് 0 ആണ്, അതുകൊണ്ട് ഇതൊരു പ്യുവർ ഇമാജിനറി നമ്പറാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. എന്തൊക്കെയാണ് ആൾജിബ്രായിക് പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്? പ്രോപ്പർട്ടീസ് എന്നല്ല, നമുക്ക് ഇതിൻ്റെ ആൾജിബ്ര നോക്കാം. കോംപ്ലക്സ് അഡീഷൻ എങ്ങനെയാണ്, മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോവാം. ആൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഞാൻ ജനറലി ആദ്യം തന്നെ ഞാൻ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിനെ എടുക്കുകയാണ്. z1 ഈക്വൽ ടു x1 പ്ലസ് iy1 ആൻഡ് z2 ഈക്വൽ ടു x2 പ്ലസ് iy2. രണ്ട് കോംപ്ലക്സ് നമ്പറിന് നമ്മൾ ആദ്യം തന്നെ ഡിഫൈൻ ചെയ്ത് വെച്ചു. രണ്ട് കോംപ്ലക്സ് നമ്പർ എടുത്തു, രണ്ട് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പറിൻ്റെ ഫോമിൽ x1 പ്ലസ് iy1 ആൻഡ് z2 ഈക്വൽ ടു x2 പ്ലസ് iy2 ആണ്. ഇനി നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഈക്വാലിറ്റി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ നോക്കാം. ഈക്വാലിറ്റി ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ്, അതായത് z1 ഈക്വൽ ടു z2 എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം? ഇഫ് ആൻഡ് ഓൺലി ഇഫ് റിയൽ പാർട്ട് ഓഫ് z1ഉം, റിയൽ പാർട്ട് ഓഫ് z1 എന്താ? x1 അല്ലേ? ആ x1ഉം ഇവിടുത്തെ x2, അതായത് റിയൽ പാർട്ട് ഓഫ് z1 ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് z2 ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് z1 ഈക്വൽ ടു ഇമാജിനറി പാർട്ട് ഓഫ് z2 ആയിരിക്കണം. റിയൽ പാർട്ട് ഓഫ് z1 ഈക്വൽ ടു x1 വിച്ച് ഈസ് ഈക്വൽ ടു x2 ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് z2 ആൻഡ് imaginary part of z1 equal to y1 equal to y2 equal to imaginary part of z2. അതായത് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ അതിൻ്റെ റിയൽ പാർട്ട് ഈക്വൽ ആയിരിക്കണം, അതിൻ്റെ ഇമാജിനറി പാർട്ടും ഈക്വൽ ആയിരിക്കണം. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സം എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ നോക്കാം. സം എങ്ങനെയാണ്? നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് സം ചെയ്യണമെങ്കിൽ അതിൻ്റെ റിയൽ പാർട്ട് ആദ്യം സം ചെയ്യാം, പിന്നെ ഇമാജിനറി പാർട്ട് സം ചെയ്യാം. ഓക്കെ, കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പോൾ z1 പ്ലസ് z2 ഈക്വൽ ടു x1 പ്ലസ് iy1 പ്ലസ് x2 പ്ലസ് iy2 ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ സം. ഇങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ റിയൽ പാർട്സിൻ്റെ സം ചെയ്യാം. x1 പ്ലസ് x2 പ്ലസ് i ഇൻറ്റു y1 പ്ലസ് y2. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് എങ്ങനെയാണ് പറയുന്നത് നോക്കാം. ഡിഫറൻസ് എങ്ങനെയാണ്? സം പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. ഡിഫറൻസ് z1 മൈനസ് z2 that is equal to x1 plus iy1 minus x2 plus iy2. ഇങ്ങനെ നമ്മൾ എഴുതാം. ആദ്യം റിയൽ പാർട്സ് മൈനസ് ചെയ്യണം. x1 മൈനസ് x2 പ്ലസ് i ഇൻറ്റു y1 മൈനസ് y2. ഇനി നമുക്കിൻ്റെ പ്രോഡക്റ്റ് നോക്കാം. പ്രോഡക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. പ്രോഡക്റ്റ് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന്. z1 ഇൻറ്റു z2 ഈക്വൽ ടു x1 പ്ലസ് iy1 ഇൻറ്റു x2 പ്ലസ് iy2. നമുക്കിതിനെ മൾട്ടിപ്ലൈ ചെയ്യാം ഓരോന്നും. a പ്ലസ് ബി ഇൻറ്റു ബി പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി എന്ന് മൈനസ് ചെയ്യും, അല്ല മൾട്ടിപ്ലൈ ചെയ്യേ അതുപോലെ. അപ്പോൾ ഇവിടെ നമുക്ക് x1 ഇൻറ്റു x2 പ്ലസ് i x1 y2 പ്ലസ് i y1 x2 പ്ലസ് i y1 i y2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ റിയൽ പാർട്സ് ഒക്കെ ഒരുമിച്ച് എഴുതാം. നമുക്ക് ഇതിൽ x1 x2, ഇവിടെ i ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു -1 ആണെന്നല്ലേ. i ഇൻറ്റു ഐ സ്ക്വയർ ഈക്വൽ ടു -1. അപ്പോൾ ഇതെന്താവും? മൈനസ് ഓഫ് y1 y2 എന്നാവില്ലേ? അപ്പം ഞാനത് ഇവിടെ എഴുതി മൈനസ് y1 y2 പ്ലസ് i ഇൻറ്റു, ഇവിടെ ഞാൻ ഐന് ഔട്ട്സൈഡ് എടുത്ത് x1 y2 പ്ലസ് y1 x2. ഇതാണ് നമുക്ക് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് x1 പ്ലസ് iy1 ഇൻറ്റു x2 പ്ലസ് iy2 ചെയ്താൽ കിട്ടുന്നത്. x1 x2 മൈനസ് y1 y2 പ്ലസ് i ഇൻറ്റു x1 y2 പ്ലസ് y1 x2. ഇനി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് കോഷ്യന്റ് ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ്. നമ്മൾ കോഷ്യന്റ് ഡിഫൈൻ ചെയ്യാനൊരു കണ്ടീഷൻ ഉണ്ട്. z1 ബൈ z2. അതിൽ നമുക്ക് എന്ത് ചെയ്യണം? z2 എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആവണം. അതായത് നമുക്ക് x പ്ലസ് iy എന്ന് പറയുന്ന നമ്പർ ഒരിക്കലും കംപ്ലീറ്റ്ലി 0 ആവാൻ പറ്റില്ല, നമുക്ക് ഡിവിഷൻ പോസിബിൾ ആവില്ല. നമ്മൾ എന്ത് ചെയ്യണം? z1 ഇൻറ്റു z2 എന്ന് പറയുന്നതിൽ x1 പ്ലസ് iy1 x2 പ്ലസ്, ഇവിടെ z2 ആണ് ഡിഫൈൻ ചെയ്യുന്നത്, അതുകൊണ്ട് x2 പ്ലസ് iy2 എന്ന് പറയുന്നത് എന്തായിരിക്കണം? നെഗറ്റീവ് ആണ്, അല്ല സോറി 0 ആവാൻ പാടില്ല. നമുക്കിതെങ്ങനെ ചെയ്യാൻ നോക്കാം.
Z1 by Z2 എന്ന് പറയുന്നത് Z1 by Z2 is a complex number Z. നമുക്കിങ്ങനെ എഴുതാം. The quotient of two complex numbers Z1 and Z2 is a complex number Z. Z1 by Z2 is a complex number Z such that Z1 equal to Z2 into Z. അല്ലേ, നമ്മളിതിനെ മൾട്ടിപ്ലിക്കേഷൻ്റെ ടേമിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. കാരണം നമുക്കിവിടെ നമ്മളിവിടെ Z1 by Z2 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, Z2 into Z സോൾവ് ചെയ്തിട്ട് Z1ഉമായിട്ട് ഇക്വേറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് Z എന്താണെന്ന് അതിൽ നിന്ന് എഴുതാൻ പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ റെസിപ്രോക്കൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ ഇൻവേഴ്സ്, ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ഇൻവേഴ്സ് നമ്മൾ ഡിഫൈൻ ചെയ്തതിന് ശേഷമാണ് Z1ഉം ഇൻറ്റു 1 by Z2 കൂടെ മൾട്ടിപ്ലൈ ചെയ്താലാണ് Z1 by Z2 എന്ന് കിട്ടാന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നോക്കാം, Z2 ഇൻറ്റു Z ഈക്വൽ ടു Z1. നമുക്കിതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. Z2 ഇൻറ്റു Z ഈക്വൽ ടു Z1. അപ്പോൾ നമുക്ക് എന്താ കിട്ടാം, നമുക്ക് Z എന്ന് പറയുന്നത് ലെറ്റ് Z ഈക്വൽ ടു എക്സ് പ്ലസ് IY എന്ന് എടുക്കാം. നമുക്കതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ Z2 എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുണ്ട് എന്താണ്, x2 പ്ലസ് IY2. നമുക്ക് Z എന്താന്ന് പറയാം, എന്താണ് എക്സ് പ്ലസ് IY ഈക്വൽ ടു x1 പ്ലസ് IY1. ഓക്കെ, നമ്മളിതിൽ നിന്ന് ഇക്വേറ്റ് ചെയ്തിട്ട് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഈക്വൽ സൈഡിൻ്റെ അപ്പുറത്തുള്ളത് ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ എന്താ കിട്ടാം, നമ്മളിപ്പം പ്രോഡക്റ്റ് പറഞ്ഞല്ലോ, അത് വെച്ചിട്ട് നമുക്കിതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. x2 ഇൻറ്റു എക്സ് മൈനസ് y2 ഇൻറ്റു y പ്ലസ് I ഇൻറ്റു x2 ഇൻറ്റു y പ്ലസ് y2 ഇൻറ്റു എക്സ് ഈക്വൽ ടു x1 പ്ലസ് IY1. ഇവിടെ നമുക്ക് ഇത് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് എന്താ കിട്ടാം, x2 എക്സ് മൈനസ് y2 y ഈക്വൽ ടു x1 ആൻഡ് x2 y പ്ലസ് y2 എക്സ് ഈക്വൽ ടു y1. ഓക്കെ, നമുക്ക് ഈ രണ്ട് ഇക്വേഷനും എക്സും വൈയും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ സോൾവ് ചെയ്യാം. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിന് എക്സ് എന്താ വൈ എന്താന്ന് കിട്ടും. അതായത് നിങ്ങളൊന്ന് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലേ, അങ്ങനെ സോൾവ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടും എക്സ് ഈക്വൽ ടു x1 x2. ഇനി സോൾവ് ചെയ്ത് തരണോ, നിങ്ങൾ ഈ ഇക്വേഷനെ x2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഈ ഇക്വേഷനെ x1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, x2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് സോൾവ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് സോൾവിങ് വി ഗെറ്റ് x ഈക്വൽ ടു x1 x2 പ്ലസ് y1 y2 divided by x1 square plus y1 square and y equal to x2 y1 minus x1 y2 divided by x2 square plus y2 square. ഓക്കെ, അപ്പോൾ നമുക്ക് Z1 by Z2 എന്ന് പറയുന്നത് എന്ത് എഴുതാം, Z1 by Z2 ഈക്വൽ ടു നമ്മൾ പറഞ്ഞു Z ആണെന്നല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് IY ആണ് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ. നമുക്ക് അവിടുന്ന് എക്സ് എന്താണെന്ന് കിട്ടി, x1 x2 പ്ലസ് y1 y2 ഡിവൈഡഡ് ബൈ x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ പ്ലസ് I ഇൻറ്റു y എന്ന് പറയുന്നത് x2 y1 മൈനസ് x1 y2 ഡിവൈഡഡ് ബൈ x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ക്വോഷ്യൻ്റ് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് റെസിപ്രോക്കൽ അല്ലെങ്കിൽ ഇൻവേഴ്സ് എന്ന് പറയുന്ന സെക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, അതായത് നമ്മളിപ്പോൾ 1 by Z2 നമുക്കറിയാമെന്ന് വിചാരിക്കുക, ഇതിനെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ Z1 ഇൻറ്റു 1 by Z2ൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് നമുക്ക് എന്ത് പറയാം, ക്വോഷ്യൻ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ഓൾജിബ്രായിക് പ്രോപ്പർട്ടീസ് നോക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്, ജസ്റ്റ് ഒന്ന് ഞാൻ മെൻഷൻ ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഓൾജിബ്രായിക് പ്രോപ്പർട്ടീസ് ഓക്കെ, ഓൾജിബ്രായിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഒന്നാമത്തത് കമ്മ്യൂട്ടേറ്റീവ് ആണ്.
കമ്മ്യൂട്ടേറ്റീവ്. കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ അഡിഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്, അതുപോലെ മൾട്ടിപ്ലിക്കേഷനും കമ്മ്യൂട്ടേറ്റീവ് ആണ്. അഡീഷനും കമ്മ്യൂട്ടേറ്റീവ് ആണ്, മൾട്ടിപ്ലിക്കേഷനും കമ്മ്യൂട്ടേറ്റീവ് ആണ്. നമുക്ക് നോക്കാം എന്താണ് കമ്മ്യൂട്ടേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ. എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ ആണെങ്കിൽ അങ്ങനെയുള്ള പ്രോപ്പർട്ടീനെയാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. Z1 പ്ലസ് Z2 ഈക്വൽ ടു Z2 പ്ലസ് Z1 ആണല്ലോ. Z1 പ്ലസ് Z2 ചെയ്താലും Z2 പ്ലസ് Z1 ചെയ്താലും ഈക്വൽ ആണ്. സോ കോംപ്ലക്സ് അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. അതുപോലെ തന്നെയാണ് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസ്. മൾട്ടിപ്ലിക്കേഷൻ്റെ കേസോ Z1 ഇൻറ്റു Z2 ഈക്വൽ ടു Z2 ഇൻറ്റു Z1. ഓക്കെ, ആ കേസ് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനും കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇനി നമുക്ക് അസോസിയേറ്റീവ്. അസോസിയേറ്റീവ് ലോ എന്താ പറയുന്നത്? മൾട്ടിപ്ലിക്കേഷനും അസോസിയേറ്റീവ് ആണ്, അതുപോലെ തന്നെ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ അഡീഷനും അസോസിയേറ്റീവ് ആണ്. അസോസിയേറ്റീവ് എന്ന് പറഞ്ഞാൽ Z1 പ്ലസ് Z2 പ്ലസ് Z3 ഈക്വൽ ടു Z1 പ്ലസ് Z2 പ്ലസ് Z3. അതായത് നമുക്ക് ആദ്യത്തെ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ആഡ് ചെയ്ത് മൂന്നാമത്തെ കോംപ്ലക്സ് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നതും അവസാനത്തെ രണ്ടെണ്ണം ആഡ് ചെയ്ത് ആദ്യത്തെ ആഡ് ചെയ്യുന്നതും സെയിം ആയിരിക്കും, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ Z1 ഇൻറ്റു Z2 Z3 ഈക്വൽ ടു Z1 Z2 ഇൻറ്റു Z3. ദിസ് ഇസ് സെയിം. ഇനി നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഇനി മൂന്നാമത്തത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഓക്കെ, ഇനി Z1 Z2 Z3 എന്ന് പറയുന്ന രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സാണ്. Z1 ഇൻറ്റു Z2 പ്ലസ് Z3 ഈക്വൽ ടു Z1 Z2 പ്ലസ് Z1 Z3. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് പറയാം Z1 പ്ലസ് Z2 ഇൻറ്റു Z3 ഈക്വൽ ടു Z1 Z3 പ്ലസ് Z2 Z3. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. അടുത്തത് നാലാമത്തത് എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ആൻഡ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. Existence of additive and multiplicative identity. എന്താണ് അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ? നമുക്കൊരു നമ്പർ ഉണ്ട്, ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്. ആ നമ്പറിനെ ഏതോ ഒരു നമ്പർ കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കോംപ്ലക്സ് നമ്പർ തന്നെ കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്ന നമ്പറിനെയാണ് നമ്മൾ അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സെഡിനോട് കൂടെ ഏത് നമ്പർ ആഡ് ചെയ്താലും സെഡ് തന്നെ കിട്ടാം, 0. അപ്പോൾ 0 ഈസ് ദ അഡിറ്റീവ് ഐഡന്റിറ്റി. ഓക്കെ, അഡിറ്റീവ് ഐഡന്റിറ്റി. അപ്പം കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ 0 ആണ് അതിൻ്റെ അഡിറ്റീവ് ഐഡന്റിറ്റി. 0 എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. സോ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ അഡിറ്റീവ് ഐഡന്റിറ്റിയാണ് 0. നമുക്ക് നോക്കാം എന്തായിരിക്കും ഇപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ. Z എന്ന് പറയുന്നൊരു കോംപ്ലക്സ് നമ്പർ, അതിനോട് കൂടി ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് Z തന്നെ കിട്ടണം. അത് ഏത് നമ്പറാണ്? ദറ്റ് ഈസ് 1. സോ 1 ഈസ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. ഓക്കെ, ഇനി നമുക്ക് അഡിറ്റീവ് ഇൻവേഴ്സിൻ്റെയും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിൻ്റെയും എക്സിസ്റ്റൻസ് നോക്കാം. നമുക്ക് ആദ്യം അഞ്ചാമത്തത് existence of additive inverse. Existence of additive inverse. Additive inverse എക്സിസ്റ്റൻസ് എങ്ങനെയാണ് പറയുന്നത്? നമ്മൾ Z എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്. ആ നമ്പറിനെ മറ്റൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ ഉദ്ദേശിച്ച അഡിറ്റീവ് ഇൻവേഴ്സ് ആണ്. നമുക്കൊരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്, ആ കോംപ്ലക്സ് നമ്പറിനോട് കൂടെ മറ്റൊരു കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡിറ്റീവ് ഐഡന്റിറ്റി കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതായിരിക്കും നമ്പർ വരാം? നെഗറ്റീവ് ഓഫ് Z അല്ലേ. അപ്പോൾ ഏതൊരു കോംപ്ലക്സ് നമ്പറിൻ്റെയും നെഗറ്റീവ് നമ്പേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലേ? സോ നമുക്ക് പറയാം ഇൻവേഴ്സ്, അഡിറ്റീവ് ഇൻവേഴ്സ് എല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓരോ കോംപ്ലക്സ് നമ്പറിനും ഓരോ അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഫോർ എവറി കോംപ്ലക്സ് നമ്പർ ദർ എക്സിസ്റ്റ് ആൻ അഡിറ്റീവ് ഇൻവേഴ്സ് മൈനസ് Z. ഓക്കെ, ഇനി ആറാമത്തത് എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്.
അതിന് മുമ്പ് ഇവിടെ ഒരു കാര്യം പറയട്ടെ. z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനസ് എക്സ് മൈനസ് ഐ വൈ ആയിരിക്കും. ഓക്കെ, എന്നാലല്ലേ അത് 0 കിട്ടുള്ളൂ. എക്സും മൈനസ് എക്സ് ആഡ് ചെയ്താൽ 0 ആയിപ്പോയി, വൈയും മൈനസ് വൈ ആഡ് ചെയ്താൽ 0 ആയിപ്പോയി. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു അഡിറ്റീവ് ഐഡൻറ്റിറ്റീനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 0 പ്ലസ് ഐ 0. അതുപോലെ ഈ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയെ നമ്മൾ 1 പ്ലസ് ഐ 0 എന്ന് എഴുതും. ഓക്കെ, ഇതൊക്കെ നൊട്ടേഷനാണ്. നമുക്ക് നോക്കാം. എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണ്? ഒരു നമ്പർ അതിനോടുകൂടെ മറ്റൊരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി കിട്ടണം. അങ്ങനെയുള്ള നമ്പർ ഏതാണ്? 1 കിട്ടണം. സെഡിനോട് കൂടെ മറ്റൊരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടണം. അങ്ങനെയുള്ള നമ്പർ ഏതാണ്? ദറ്റ് ഈസ് 1/z. ഓക്കെ, ഇപ്പോൾ 1/zൻ്റെ എക്സിസ്റ്റൻസ് ഉണ്ട്. എവിടെയെല്ലാം? ഫോർ എവരി നോൺ സീറോ കോംപ്ലെക്സ് നമ്പർ. ഫോർ എവരി നോൺ സീറോ സെഡിന് മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാ നോൺ സീറോ നമ്പേഴ്സിനും എന്തുണ്ടാവും? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവും. 0ക്ക് നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് പറയാൻ പറ്റില്ല. ഓക്കെ, 0ൻ്റെ ഡിവിഷൻ 0 കൊണ്ടുള്ള ഡിവിഷൻ പോസിബിൾ അല്ല. അപ്പോൾ 1/0 എന്ന് പറയുന്ന നമ്പർ ഇല്ല. അതുകൊണ്ട് നമുക്ക് അവിടെ എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിൻ്റെ കേസിൽ നമ്മൾ നോൺ സീറോ നമ്പേഴ്സിന് മാത്രമാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്കപ്പം 1/zൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 1/z എന്താണെന്നുള്ളത് നോക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ 1/z എന്താ നോക്കാം. ഇവിടെ ഞാൻ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്, കാരണം അത് കുറച്ചുകൂടി ഈസി ആയതുകൊണ്ടാണ്. അപ്പോൾ 1/z ഇസ് ഈക്വൽ ടു 1/x പ്ലസ് ഐ വൈ. കോഞ്ചുഗേറ്റ് പറഞ്ഞിട്ടില്ല, പറയാം എന്താണെന്ന്. കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ എക്സ് മൈനസ് ഐ വൈ ആണ് അതിന് കോഞ്ചുഗേറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിന് കോഞ്ചുഗേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എന്താ കോഞ്ചുഗേറ്റ് എന്നുള്ളത്. അപ്പോൾ ഞാനത് യൂസ് ചെയ്യാണ്. കോഞ്ചുഗേറ്റ് കൊണ്ട് ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് മൈനസ് ഐ വൈ ഡിവൈഡഡ് ബൈ ഇവിടെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോമുല. ഇറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് ഐ വൈ ദ ഹോൾ സ്ക്വയർ. ദറ്റ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് ഐ വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ഇവിടെ മൈനസ് ഐ സ്ക്വയറിന് മൈനസ് 1 ആണ്. മൈനസ് പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, നമുക്കിത് എന്താ കിട്ടാം? വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് y divided by I into y divided by x square plus y square. ഇതാണ് നമ്മളുടെ z ഇൻവേഴ്സ് അല്ലെങ്കിൽ 1/z എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ. ഓക്കെ, ഇനി നമുക്ക് പറയുന്നത് ഇതിൻ്റെ ജോമെട്രിക് റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ജോമെട്രിക് റെപ്രസെൻറ്റേഷൻ പറയാം. നമുക്ക് ഓരോരോ ഓർഡേഡ് പെയറില്ലേ, എക്സ് വൈ എന്ന് പറയുന്ന ഓർഡേഡ് പെയറിനെ നമുക്ക് എക്സ് വൈ പ്ലെയിനിൽ ഡിനോട്ട് ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ ആ എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് ഈ ഓർഡേഡ് പെയറിനെ എക്സ് വൈ ആയിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 2 + 3i എന്ന് പറയുന്നൊരു കോംപ്ലക്സ് നമ്പറാണ് എടുക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് 2, 3 എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ എക്സ് വൈ എന്ന് പറയുന്നൊരു ഓർഡേഡ് പെയറിനെ ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ടൊരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്, ഏതാണ്? എക്സ് പ്ലസ് ഐ വൈ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓക്കെ, അങ്ങനെ ഏതൊരു ഓർഡേഡ് പേരെടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു കോംപ്ലക്സ് നമ്പർ ഉണ്ടാവും. ഏതൊരു കോംപ്ലക്സ് നമ്പർ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഓർഡേഡ് പെയറും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, 1, 2 ആണ്. 1, 2 ആണെങ്കിൽ ഇവിടെ നമുക്ക് 1 + 2i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനെ ഡിനോട്ട് ചെയ്യാം. ഈ നമ്പർ ഈ 1, 2 വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ എക്സ് വൈ പ്ലെയിനെ നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ റെപ്രസെൻറ്റേഷന് വേണ്ടി ഉപയോഗിക്കുന്നതിന് നമ്മൾ എന്താ പറയുകയെന്ന് വെച്ചാൽ ഒരു കോംപ്ലക്സ് പ്ലെയിൻ എന്നാണ് പറയാം. ഇതിൽ നമുക്ക് ഒറിജിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് z = 0 എന്നാണ്. ഇവിടുത്തെ എക്സ് വൈ പ്ലെയിൻ എന്ന് പറയുന്നത് നമുക്ക് എന്തിൻ്റെ പർപ്പസാണ്? കോംപ്ലക്സ് നമ്പേഴ്സിനെ ഡിസ്പ്ലേ ചെയ്യാനുള്ള പർപ്പസാണല്ലേ. ജോമെട്രിക്കലി നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിനെ ഈ എക്സ് വൈ പ്ലെയിൻ യൂസ് ചെയ്തിട്ട് പർപ്പസ് ചെയ്യുന്നു. അങ്ങനെ യൂസ് ചെയ്യുന്ന എക്സ് വൈ പ്ലെയിനെ നമ്മൾ പറയുന്നതാണ് കോംപ്ലക്സ് പ്ലെയിൻ. അതായത് കോംപ്ലക്സ് നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് കോംപ്ലക്സ് പ്ലെയിൻ. ഇവിടെ കോംപ്ലക്സ് പ്ലെയിൻ അല്ലെങ്കിൽ നമ്മളതിനെ എന്താണ് Z പ്ലെയിൻ എന്ന് പറയും. Z പ്ലെയിൻ അല്ലെങ്കിൽ നമ്മളത് അർഗൻ പ്ലെയിൻ എന്ന് പറയും. ഓക്കെ, അർഗൻ പ്ലെയിൻ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എക്സ് ആക്സിസ് വൈ ആക്സിസ് എന്ന് പറയുന്നുണ്ടല്ലോ. എക്സ് വൈ ആക്സിസിലാണ് നമ്മളിതിനെ ഡിനോട്ട് ചെയ്യുന്നത്, എക്സ് വൈ പ്ലെയിനിലാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നമ്മൾ എക്സ് ആക്സിസിനെ നമ്മളുടെ പർപ്പസ് കോംപ്ലക്സ് നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് എക്സ് ആക്സിസിനെ നമ്മൾ റിയൽ ആക്സിസ് എന്ന് പറയും, റിയൽ ആക്സിസ്. അതുപോലെ തന്നെ വൈ ആക്സിസിനെ നമ്മൾ ഇമാജിനറി ആക്സിസ് എന്ന് പറയും. അതായത് നമ്മളവിടെ ഇമാജിനറി നമ്പേഴ്സാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് അതിന് ഇമാജിനറി ആക്സിസ് എന്ന് പറയുന്നു. അത്രയേ ഉള്ളൂ. ഓക്കെ,
അതുപോലെ നമുക്കിതിൻ്റെ സമ്മും ഡിഫറൻസും കൂടെ എന്താണെന്നും കൂടെ നോക്കാം. ഓക്കെ, നമുക്കിതിൻ്റെ അഡീഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് നോക്കാം. ഫിഗർ വരച്ചത് വലിയ വൃത്തിയായിട്ടില്ല. നിങ്ങൾ വെക്ടേഴ്സിൻ്റെ പാരലോഗ്രാം അഡീഷൻ പഠിച്ചിട്ടുണ്ടാവും, അത് തന്നെയാണ് കാര്യം. നമുക്ക് നോക്കാം. Z1 എന്ന് പറയുന്നത് x1 പ്ലസ് iy1 ആൻഡ് Z2 എന്ന് പറയുന്നത് x2 പ്ലസ് iy2. അങ്ങനെയാണെങ്കിൽ Z1 പ്ലസ് Z2 എന്ന് പറയുന്നത് എന്താണ്? x1 പ്ലസ് x2 പ്ലസ് i ഇൻറ്റു y1 പ്ലസ് y2 എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡയഗണലിൽ ആയിട്ട് വരും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഡിഫറൻസ് എന്ന് പറയുന്നത് Z1 x1 പ്ലസ് iy1 ആൻഡ് Z2 x2 പ്ലസ് iy2. അങ്ങനെയാണെങ്കിൽ നമുക്ക് ശരിക്കും Z1 പ്ലസ് മൈനസ് Z2നെയാണ് Z1 മൈനസ് Z2 എന്ന് പറയുന്നത്. സോ അതെന്ന് വെച്ചാൽ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കുള്ള Z1 മൈനസ് Z2 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, ഈ ഒരു വൈറ്റ് ലൈനാണ് Z1 മൈനസ് Z2 ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ജോമെട്രിയിൽ പറയാനുള്ളത്. ഇനി നമുക്ക് മോഡുലസും കോംപ്ലക്സ് കോൺജുഗേറ്റും ആണ് എന്താണെന്ന് പറയാനുള്ളത്. സോ അത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.